ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഗേൾസുമായി സംസാരിക്കുക, അല്ലെങ്കിൽ ഗേൾസുമായിട്ട് നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഏത് പ്രായത്തിലായാലും നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ബോയ്സ് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത്തരത്തിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്ത്രീ സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരിൽ ശ്രദ്ധിക്കുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്കുണ്ടാവുന്ന ഒരു ഭയം ഇവയൊക്കെ മാറ്റാനും ഈ 10 കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പോസ്ചറാണ്. ഒരു പെൺകുട്ടി നടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവളുടെ ബോഡി ലാംഗ്വേജും അതുപോലെ അവളുടെ ദ വേ ഷി ക്യാരി ഹെർസെൽഫ് എന്നുള്ള കാര്യമായിരിക്കും. എന്നാൽ ഒരു പെൺകുട്ടി ഏത് രീതിയിൽ നടന്നു വന്നാലും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്ത്രീകൾ പുരുഷന്മാരെ നോട്ട് ചെയ്യുന്നത് അവരുടെ പോസ്ചർ, അതുപോലെ ബോഡി ലാംഗ്വേജ്, ഇവയൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെയധികം ഫേമായിട്ട് സ്റ്റഡി ആയിട്ടുള്ള ഒരു പോസ്ചറുള്ള ബോയ്സിനെ പെൺകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അതേസമയം ഒടിഞ്ഞു കുത്തിയൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബോഡി പോസ്ചറുള്ള, ഒരു ഫേം അല്ലാത്തൊരു ബോഡി പോസ്ചറുള്ള ഒരു വ്യക്തിയോട് അവർക്ക് വലിയൊരു റെസ്പെക്റ്റ് തോന്നാൻ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷൂസാണ്. ഒക്കേഷൻ പ്രകാരം കൃത്യമായിട്ട് ഷൂസ് ധരിക്കുന്നത് തീർച്ചയായിട്ടും പെൺകുട്ടികളെ മാത്രമല്ല ഏതൊരാളെയും ഇംപ്രസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓരോ ഒക്കേഷനും ഓരോ രീതിയിലാണ് ഷൂസ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഷൂസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോമൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനിൽ നമ്മൾ ഒരിക്കലും കാഷ്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഷൂസ് ധരിച്ച് പോകാൻ പാടില്ല, അതുപോലെ തിരിച്ചും. മാത്രമല്ല ഷൂസ് ധരിക്കുന്ന സമയത്ത് വളരെയധികം ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് ഷൂസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില സമയങ്ങളിൽ ആൾക്കാർ നമ്മുടെ ഷൂസിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു അഴുക്കൊക്കെ നമ്മൾ പോലും അറിയാതെ ഷൂസിൽ അഴുക്കൊക്കെ പറ്റി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. നമ്മൾ എത്ര വെൽ ഡ്രസ്ഡ് ആണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്ലേസേഴ്സും ട്രൗസേഴ്സും ഒക്കെ ധരിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഷൂസ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പറ്റിയുള്ള ഒരു മോശം ഇംപ്രഷനാണ് അവിടെ ക്രിയേറ്റ് ആവപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിയേർഡ് ആൻഡ് ഹെയർ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബിയേർഡ് അതുപോലെ ഹെയർ എന്ന് പറയുന്നത് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ഫീച്ചറാണ്. അല്ല എങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് അവരുടെ ഹെയർ അതുപോലെ ബിയേർഡ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഗ്രൂം ചെയ്യാത്ത ബിയേർഡ് അല്ലെങ്കിൽ ഹെയർ എന്ന് പറയുന്നത് വളരെ അൺടൈഡി ആയിട്ട് ഇരിക്കുകയും അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് വളരെ വലിയൊരു ടേൺ ഓഫ് ആയിട്ട് മാറുകയും ചെയ്യും, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. മാത്രമല്ല ചില ആളുകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം ബാൾഡായിട്ട്, അല്ലെങ്കിൽ ഒരു തരത്തിൽ അവരുടെ ഹെയർ മൊത്തം ഷെയ്വ് ചെയ്തിട്ടൊക്കെയുള്ള പുതിയ ട്രെൻഡ്സ് ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പുതിയൊരു ട്രെൻഡ് എന്ന രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അപ്പോൾ പോലും നല്ല രീതിയിൽ ഗ്രൂം ചെയ്തില്ല എങ്കിൽ അവരുടെ ബിയേർഡും ഒക്കെ തന്നെ ഒരല്പം മോശമായിട്ട് തന്നെ ആയിരിക്കും തോന്നുക. അതുകൊണ്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രെൻഡ് ഫോളോ ചെയ്താലും അവിടെ നല്ല രീതിയിലുള്ള ഒരു ഗ്രൂമിങ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് നോട്ടീസ് ചെയ്യുകയും നമ്മളെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അവരിൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും. നമ്മൾക്ക് വൃത്തിയില്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ അൺടൈഡി ആയിട്ടാണ് നടക്കുന്നത് എന്നൊരു ഇംപ്രഷൻ ഫേസ്റ്റിൽ തന്നെ നമ്മളെ കാണുമ്പോൾ അവർക്ക് തോന്നും. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ വളരെ മനോഹരമായി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുക അത് ഒരു സ്വപ്നമായിരുന്നു എന്ന്. അയ്യോ, ഇത് സ്വപ്നമായിരുന്നു, ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സംഭവിച്ചിട്ടില്ലേ? ഇത്തരം സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി ഭാവന, ദൃഢനിശ്ചയം, പാഷൻ എന്നിവ കൂടിയേ തീരൂ. ഇതിൽ ഭാവന എന്ന ഭാഗത്തെ നമ്മൾക്ക് വേണമെങ്കിൽ സ്വപ്നം എന്ന് പറയാം. എന്നാൽ ഇത് നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല, ഇത് നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള സ്വപ്നങ്ങളാണ്. ഇത്തരം സ്വപ്നങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ദ വിഷ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ഈയിടെ കുക്കു FM-ൽ നിന്നും ദ വിഷ് എന്ന പുസ്തകത്തിന്റെ 97 മിനിറ്റുള്ള മലയാളം ഓഡിയോ ബുക്ക് സമ്മറി കേട്ടിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ ഈ ഒരു ഓഡിയോ ബുക്ക് സമ്മറിക്ക് സാധിക്കും. ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ കുക്കു FM-ലുണ്ട്. നിങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും നൽകുന്ന, പുതിയൊരു ഉൾക്കാഴ്ച നൽകുന്ന ഒരുപാട് ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസ് ആണ് കുക്കു FM-ലുള്ളത്. കുക്കു FM ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ നൽകുന്നുണ്ട്. അതായത് 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട്
ചെയ്തുകൊണ്ട് കുക്കു FM-ന്റെ 1 month മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭിക്കും. അതായത് 49 രൂപയ്ക്ക് നിങ്ങൾക്ക് കുക്കു FM 1 monthലേക്ക് അൺലിമിറ്റഡ് ആയി ആക്സസ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. വിസിറ്റ് ചെയ്ത് നോക്കൂ. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. തിരിച്ച് വീഡിയോയിലേക്ക് വരൂ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ പ്രൂഫാണ്. നമ്മളെ ഒരു പെൺകുട്ടി മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പെൺകുട്ടി നമ്മളെ പറ്റിയുള്ള ഒരു ഇമേജ് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അത് മാത്രമല്ല, ഫസ്റ്റ് മീറ്റ് മാത്രമല്ല, അതിനുശേഷം അവർ നമ്മളെപ്പറ്റി സോഷ്യൽ മീഡിയയിലും ഒക്കെ സെർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ എത്രമാത്രമാണ്, നമ്മൾ എത്രമേൽ സോഷ്യലി ഡിമാൻഡഡ് ആണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളുടെ ഡിസൈറബിലിറ്റി അല്ലെങ്കിൽ അവരുടെ അട്രാക്റ്റീവ്നെസ് ഒക്കെ തീരുമാനിക്കുന്നതിന് ഇപ്പോൾ ഈ സോഷ്യൽ പ്രൂഫൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രമാത്രം ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഇവരുടെ ഇമേജ് എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ പെൺകുട്ടികൾ അവർ ഒരു പുരുഷൻ്റെ ഡിസൈറബിലിറ്റി അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് വരെ തീരുമാനിക്കുകയുള്ളൂ. മാത്രമല്ല, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു പെൺകുട്ടികളുടെ കാഴ്ചപ്പാടുകൾ, മറ്റു പെൺകുട്ടികളുടെ കണ്ണിൽ ഈ പുരുഷൻ എത്രമാത്രം ഡിസൈറബിൾ ആണ്, അട്രാക്റ്റീവ് ആണ് എന്ന കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിലുള്ള ഫാൻ ഫോളോയിങ്സ്, അല്ലെങ്കിൽ എത്രത്തോളം പെൺകുട്ടികൾ ആ പയ്യനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ്റെ പോസ്റ്റിനൊക്കെ എത്ര കമൻറ്റ്സ് ഗേൾസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഗേൾസുമായിട്ട് അവന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ പ്രൂഫിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രെത്ത് ആൻഡ് ബോഡി ഓർഡർ എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ബോഡി ഓർഡർ, അതുപോലെ ബാഡ് ബ്രെത്ത്, ഇവ രണ്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഓറൽ ഹൈജീൻ, അതുപോലെ ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് മെൻസ് ഗ്രൂമിങ്ങിൻ്റെ വളരെയധികം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഓറൽ ഹൈജീൻ, അതുപോലെ ഇത്തരത്തിലുള്ള ഹൈ ക്വാളിറ്റി പെർഫ്യൂംസ്, ഇവയൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ പോലും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് സർക്കിൾ എന്നുള്ളതാണ്. പലപ്പോഴും പെൺകുട്ടികൾ ഒരു പുരുഷനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവനുമായിട്ട് നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായതിന് ശേഷം അവരാവശ്യപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ബോയ്സ് ഒരിക്കലും ഗേൾസിനോട് അവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമെന്ന് പറയാറില്ല. എന്നാൽ മറിച്ച് ഗേൾസ് എപ്പോഴും ബോയ്സിനോട് ബോയ്സിൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ഫ്രണ്ട് സർക്കിളിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ബോയെ സംബന്ധിച്ചിടത്തോളം പല ടൈപ്പിലുള്ള ഫ്രണ്ട് സർക്കിൾസ് അയാൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അയാളുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിൾ, അതിലുള്ള ആൾക്കാർ എത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫ്രണ്ട് സർക്കിൾ അയാളെ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വളരെയധികം ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം, എന്നാൽ അയാളുടെ ഫ്രണ്ട് സർക്കിൾ മുഴുവൻ അത്രമേൽ ഇൻ്റലിജൻ്റ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അയാളുടെ ഇൻ്റലിജൻസും പോകെ പോകെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ആവറേജ് ആയിട്ട് നമ്മളും മാറും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട് സർക്കിളിനെ മനസ്സിലാക്കുക, അല്ലെ ഫ്രണ്ട് സർക്കിളിനെ പരിചയപ്പെടുകയാണെങ്കിൽ നമ്മളെപ്പറ്റിയുള്ള കൂടുതൽ ഐഡിയ പെൺകുട്ടികൾക്ക് കിട്ടും എന്ന കാരണത്താലാണ് അവർ ഇത്തരത്തിൽ നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സിനെ അവർക്ക് മീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അടുത്ത കാര്യമെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേ ഓഫ് ടോക്കിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസാര രീതിയിലൂടെയാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നത് ആൺകുട്ടികളുടെ സംസാര രീതി തന്നെയാണ്. നമുക്കെല്ലാം പരിചയമുള്ള ചില ആളുകളുണ്ട്, അവർക്ക് മറ്റെന്ത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്കുള്ള ഒരു ക്വാളിറ്റി ആയിരിക്കും നന്നായി സംസാരിക്കാനുള്ള കഴിവ്. ആ ഒറ്റ കഴിവ് വെച്ചിട്ട് അവർ ലൈഫിൽ ഒരുപാടധികം കാര്യങ്ങൾ സാധിച്ചതായിട്ടും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഏതൊരാളെയും കയ്യിലെടുക്കാനുള്ള മിടുക്ക് കാണിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെ പലപ്പോഴായിട്ട് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സംസാരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ വേ ഓഫ് ടോക്കിംഗ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമറും നമ്മുടെ വിറ്റിനെസ്സും നമ്മുടെ ഇന്നസെൻസും ഇതുപോലെ ഒരുപാടധികം ക്വാളിറ്റീസ് നമ്മളെപ്പറ്റിയുള്ള നമ്മൾ പോലും മനസ്സിലാക്കാത്ത ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ നമ്മുടെ സംസാര രീതിയിൽ നിന്നും പെൺകുട്ടികൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത് മസിൽസ് അഥവാ നമ്മുടെ ബോഡി ബിൽഡിംഗ്, അതുപോലെ അത്ലറ്റിക് ബോഡി തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റീസൊക്കെയാണ്.
പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യുന്ന ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു അത്ലറ്റിക് ബോഡിയൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു പയ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവൻ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നൊരു ധാരണ അവർക്കുണ്ട്. മാത്രമല്ല ഫിസിക്കലിയും വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മസിൽസ്, അതുപോലെ അത്ലറ്റിക് ബോഡി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെയധികം ബോഡി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ മേലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. തീർച്ചയായിട്ടും എത്രയൊക്കെ ക്വാളിറ്റീസ് ഒരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാലും അയാൾക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വളരെ സെറ്റിലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അയാൾക്ക് ഇല്ല എങ്കിൽ, വളരെയധികം ബോറിംഗ് ആയിട്ടുള്ള അല്ല എങ്കിൽ വളരെയധികം ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അയാൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ, കൃത്യമായിട്ട് യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ പേർപ്പസും ഇല്ലാത്തൊരു ജീവിതമാണ് അയാൾ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടേൺ ഓഫ് ആയിരിക്കും. അത്തരത്തിലുള്ള ബോയ്സിന് പൊതുവെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും പെൺ സുഹൃത്തുക്കൾ വളരെയധികം കുറവായിരിക്കും എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ പ്രൊഫൈൽ ഇല്ലാത്തൊരു ബോയിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല സ്ത്രീകളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരിക്കും. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തന്നെയാണ്. നമ്മളൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ആൾട്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമ്പോസ്റ്ററായിട്ട് ഒരു പേഴ്സണാലിറ്റിയെ അഡാപ്റ്റ് ചെയ്യുകയോ നമ്മളൊന്നും ഫേക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റിയൽ പേഴ്സണാലിറ്റി എന്താണോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാതൊരു വിധത്തിലുമുള്ള കാര്യങ്ങൾ ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾക്ക് നഷ്ടമാവുന്നത് നമ്മളെ തന്നെയായിരിക്കും. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തരുത്. മറിച്ച് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി, ദ റിയൽ ആൻഡ് ഒത്തൻറ്റിക് യു, അതിനെ കണ്ടിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം നമ്മുടെ ലൈഫിൽ മതി എന്ന് തീരുമാനിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളിലേക്ക് തന്നെ വരും. നമ്മളുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബോയ്സിൽ നോട്ട് ചെയ്യുന്ന ഈ 10 വിഷയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് തീർച്ചയായിട്ടും കൂടുതൽ നല്ല ക്വാളിറ്റി സൗഹൃദങ്ങളും ക്വാളിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്സും അട്രാക്റ്റ് ചെയ്യാനായി സഹായിക്കും.